ന്യൂസ് 16 കേരള. ഒമാനി സമുദ്രാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ഇനി ഓട്ടോമാറ്റഡ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം AIS പ്രവർത്തിപ്പിക്കണം. ഒമാനി സമുദ്രാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം AIS തുടർച്ചയായി പ്രവർത്തിപ്പിക്കണമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചു. ഈ പുതിയ നിയന്ത്രണം എല്ലാ വാണിജ്യ കപ്പലുകൾക്കും പരമ്പരാഗത കപ്പലുകൾക്കും ബാധകമാണെന്ന് മാരിടൈം സർക്കുലറിൽ പറയുന്നു. തുടർച്ചയായതും വിശ്വസനീയവുമായ കപ്പൽ ട്രാക്കിംഗ് ഉറപ്പാക്കുന്നതിലൂടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക, കൂട്ടിയിടികളുടെ സാധ്യത കുറയ്ക്കുക, ഒമാന്റെ സമുദ്രാതിർത്തിയിലെ കപ്പൽ ചലനങ്ങളുടെ മൊത്തത്തിലുള്ള നിരീക്ഷണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യം. കപ്പലുകളുടെ തിരിച്ചറിയൽ, സ്ഥാനം, ഗതി, വേഗം എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ നൽകുന്നതിന് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന നൂതന പ്രക്ഷേപണ സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. VHF മാരിടൈം മൊബൈൽ ബാൻഡിൽ പ്രവർത്തിക്കുന്ന AIS മറ്റു കപ്പലുകളുമായും തീരദേശ സ്റ്റേഷനുകളുമായും നിർണായക ഡേറ്റ കൈമാറാൻ കപ്പലുകളെ അനുവദിക്കുന്നു. ഇത് സുരക്ഷിതമായ നാവിഗേഷൻ സുഗമമാക്കുന്നു. അന്താരാഷ്ട്ര യാത്രകളിൽ ഏർപ്പെട്ടിരിക്കുന്ന 300 ടണ്ണോ അതിൽ കൂടുതലോ ഭാരമുള്ള എല്ലാ കപ്പലുകളിലും AIS നിർബന്ധമായും സ്ഥാപിക്കണമെന്നാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ചട്ടങ്ങൾ പറയുന്നത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.